വെൽക്കം ടു sunusbios വീഡിയോ. 2022 +2 സുവോളജി ആനുവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. ബയോളജി, ബോട്ടണി, സുവോളജി എന്നീ 2 വിഷയങ്ങൾ കൂടിയതാണ്. ടോട്ടൽ സ്കോർ 60 ആണ്. അതിൽ സുവോളജി 30 സ്കോർ. ടൈം ടോട്ടൽ 2 hours, കൂൾ ഓഫ് ടൈം 15 minutes, പ്രിപ്പറേറ്ററി ടൈം 5 minutes. ബോട്ടണി എഴുതിയതിനു ശേഷം സുവോളജിക്ക് മാത്രമായി 1 hour ലഭിക്കുന്നതാണ്. മാക്സിമം 30 സ്കോറാണ്. റിട്ടൺ എക്സാമിൽ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയിൽ ജയിച്ചാൽ മാത്രമാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചു എന്ന് കണക്കാക്കാൻ പറ്റൂ എന്ന കാര്യം എല്ലാ വിഷയങ്ങളിലും ഓർക്കണം. ഈ വർഷത്തെ സുവോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 പാർട്ടുകളാണ് തന്നിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. നമുക്ക് പാർട്ട് 1 നോക്കാം. പാർട്ട് 1 തന്നെ A-B സെക്ഷനുണ്ട്. എയിൽ ആദ്യമായി ആൻസർ എനി 3 questions from 1 to 4, each carries 1 score. 3 into 1, 3. പാർട്ട് 1 ബി സെക്ഷനിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 6, ഈച്ച് carries 1 score. 2 into 1, 2 score. പാർട്ട് 2 also divided into 2 sections, A and B. A, answer any 2 questions from 7 to 9, each carries 2 scores. 2 into 2, 4. B section, answer any 2 questions from 10 to 13. Each carries 2 scores. 2 into 2, 4 scores. അടുത്തത് പാർട്ട് 3 ആണ്. പാർട്ട് 3 also divided into 2 sections, A and B. A, answer any 3 questions from 14 to 17. Each carries 3 scores. 3 into 3, 9. B section, answer the following question. It carries 3 scores. 1 into 3, 3. അവസാനത്തേത് പാർട്ട് 4 ആണ്. പാർട്ട് 4-ൽ ആൻസർ എനി 1 question from 19 to 20. ഈച്ച് carries 5 scores. 1 into 5, 5 scores. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായി കാണുമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹോമോലോഗസ് ഓർഗൻസ്, divergent evolution, analogous organ dash. Answer is convergent evolution. Analogous organ leads to convergent evolution. Question number 2, expand the term zift, Z-I-F-T. Zift എന്ന പദത്തിൻ്റെ പൂർണ്ണരൂപം എഴുതുക. Answer is zygote intra-fallopian transfer. Zygote intra-fallopian transfer, ZIFT, Z-I-F-T. Question number 3, mitotic division of zygote results in the formation of blastomeres is called dash. Answer is cleavage. സിക്താണ്ഡത്തിന് ക്രമഭംഗം നടന്ന് ബ്ലാസ്റ്റോസിസ്റ്റുകൾ ഉണ്ടാകുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഈസ് ക്ലീവേജ്. ക്വസ്റ്റ്യൻ നമ്പർ 4, നെയിം ദ എൻസൈം ദാറ്റ് ജോയിൻസ് ദ DNA fragments in discontinuous strand during replication. Answer is DNA ligase. DNA ഇരട്ടിപ്പിക്കൽ പ്രക്രിയയിൽ തുടർച്ചയില്ലാത്ത ഇഴയിലെ ഖണ്ഡങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രാസാഗ്നിയുടെ പേരെഴുതുക. ആൻസർ ഈസ് DNA ligase. നെക്സ്റ്റ് സെക്ഷൻ B, ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 6. ഈച്ച് carries 1 score. 2 into 1, 2. Question number 5, the term biodiversity was popularized by the scientist dash. Answer is Edward Wilson. എഡ്വേർഡ് വിൽസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചരിപ്പിച്ചത്. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചരിപ്പിച്ചത് ഡാഷ് എന്ന ശാസ്ത്രജ്ഞനാണ്, എഡ്വേർഡ് വിൽസൺ. ക്വസ്റ്റ്യൻ നമ്പർ 6, the first antibiotic discovered was dash. Answer is penicillin. കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ഡാഷ് ആണ്. ആൻസർ ഈസ് പെനിസിലിൻ. പെനിസിലിനാണ് ആദ്യം കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക്. നെക്സ്റ്റ് പാർട്ട് 2. പാർട്ട് 2 ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു A and B sections. Answer any 2 questions from 7 to 9. Each carries 2 scores. 2 into 2, 4. Question number 7. Codon AUG is known as initiator codon. A, name the amino acid coded by AUG. B, write any 2 stop codons. AUGയെ പ്രാരംഭ കോഡോൺ എന്നറിയപ്പെടുന്നു. A, AUG കോഡ് ചെയ്യുന്ന അമിനോ അമ്ലം ഏത്? B,
ഏതെങ്കിലും രണ്ട് വിരാമ കോഡോണുകളുടെ അതായത് സ്റ്റോപ്പ് കോഡോണുകളുടെ പേരെഴുതുക. ആൻസർ ഫോർ എ. AUG കോഡ്സ് ഫോർ അമിനോ ആസിഡ് മെത്തിയോണിൻ. ബി. സ്റ്റോപ്പ് കോഡോൺസ് 3 എണ്ണമാണുള്ളത്. UAA, UAG, UGA. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. Question number 8. Write the functions of the following structures in human reproduction. A. Leading cells. B. Corpus luteum. മനുഷ്യരിലെ പ്രത്യുൽപാദനത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളുടെ പങ്ക് വ്യക്തമാക്കുക. എ. ലീഡിംഗ് കോശങ്ങൾ. ബി. കോർപ്പസ് ലൂട്ടിയം. ആൻസർ ഫോർ 8th question. Leading cells synthesize and secrete testicular hormone called androgens or testosterone. Corpus luteum secretes progesterone hormone. ലീഡിംഗ് സെൽസ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുകയും സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഹോർമോണിനെ സ്രവിപ്പിക്കുന്നു അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. മാച്ച് ദ ഫോളോയിങ്. എ, ബി കോളം തന്നിരിക്കുന്നു. എ കോളത്തിൽ ട്രൈക്കോഡെർമ പോളിസ്പോറം, മൊണാസ്കസ് പർപ്യൂരിയസ്, സെക്കാറോമൈസിസ് സെറിവിസിയെ, ആസ്പെർജില്ലസ് നൈഗർ എന്നിങ്ങനെ ഓർഗാനിസത്തിൻ്റെ പേര് തന്നിരിക്കുന്നു. എന്നാൽ ബി കോളത്തിൽ ഈ ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്ട്സ് സിട്രിക് ആസിഡ്, എത്തനോൾ, സൈക്ലോസ്പോറിൻ എ, സ്റ്റാറ്റിൻ എന്നിങ്ങനെ തന്നിരിക്കുന്നു. ഇവ കറക്റ്റായി എടുത്ത് മാച്ച് ചെയ്യുക. ചേരുംപടി ചേർക്കുമ്പോൾ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എ കോളം അതേപടി എടുത്തെഴുതുക. അതിനുശേഷം ബി കോളത്തിൽ നിന്ന് സ്യൂട്ടബിളായിട്ടുള്ള വാക്ക് തിരഞ്ഞെടുത്ത് ചേർത്തെഴുതുക. Now we can see the 9th question's answer. Trichoderma polysporum produces cyclosporin A. Monascus purpureus produces statin. Saccharomyces cerevisiae produces ethanol. Aspergillus niger produces citric acid. Now part 2-ലെ B section ആണ്. Answer any 2 questions from 10 to 13. Each carries 2 scores. 2 into 2, 4. Question number 10. Choose the correct terms from the bracket to fill in the blanks and complete the table. Big Bang Theory, Miller Experiment, ലാമാർക്കിസം, ഡാർവിനിസം എന്നിങ്ങനെ 4 വാക്കുകൾ തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. ഇനി എ, ബി കോളംസ് നോക്കാം. എ 1. നാച്ചുറൽ സെലക്ഷൻ. 2. കെമിക്കൽ എവല്യൂഷൻ. 3. ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. 4. യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻ. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂർത്തിയാക്കുക. ബിഗ് ബാങ് തിയറി, മില്ലറിൻ്റെ പരീക്ഷണം, ലാമാർക്കിസം, ഡാർവിനിസം. ആദ്യത്തെ കോളം എ പ്രകൃതി നിർദ്ധാരണം, രാസപരിണാമം, പ്രപഞ്ച ഉൽപ്പത്തി, അവയവങ്ങളുടെ ഉപയോഗവും നിരുപയോഗവും. Now let us see the answer for 10th question. Natural selection, Darwinism. Chemical evolution, Miller's experiment. Origin of universe, Big Bang theory. Use and disuse of organ, Lamarckism. Question number 11. Write any 4 ill effects of alcohol and drug abuse. മദ്യം, മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും 4 ദോഷവശങ്ങൾ എഴുതുക. Answer is 1. Drop in academic performances. 2. Unexplained absence from school or college. 3. Lack of interest in personal hygiene. 4. Withdrawal and isolation from family and friends. 5. Depression and fatigue. 6. Aggressive and rebellious behavior. 7. Deteriorating relationships with the family and friends. 8. Loss of interest in hobbies. 9. Change in sleeping and eating habits. 10. Fluctuations in weight and appetite. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ധാരാളം ഡ്രോബാക്സ് ഉണ്ട് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിൽ. അതിൽ 4 എണ്ണം എഴുതിയാൽ മതി. Question number 12. A. Name the cap-like structure present in sperm head. B. Write its function. പുരുഷ ബീജത്തിൻ്റെ ശിരോഭാഗത്ത് കാണപ്പെടുന്ന തൊപ്പി പോലുള്ള ഘടനയുടെ പേരെഴുതുക. ബി. ഈ ഘടനയുടെ ധർമ്മമെന്ത്? Answer for 12A is acrosome. Cap-like structure on the sperm head is acrosome. B. Function of acrosome നോക്കാം. Acrosome contains hydrolytic enzymes that help in
dissolving membranes of the ovum for fertilisation. ബീജസങ്കലനം നടക്കുന്നതിന് വേണ്ടി ഓവത്തിൻ്റെ ഔട്ടർ മെംബ്രെയിൻസ് ഡിസോൾവ് ചെയ്ത് കളയുന്നത് ആക്രോസോമിലുള്ള ഹൈഡ്രോലിറ്റിക് എൻസൈംസ് ആണ്. ഹൈഡ്രോലിറ്റിക് എൻസൈമിൻ്റെ പേരാണ് ഹയൽയൂറോണിഡേസ്. Question number 13. A. Distinguish between male heterogamety and female heterogamety. B. Write one example for each. പുരുഷ ബീജ വിജാതീയതയും സ്ത്രീ ബീജ വിജാതീയതയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ബി. മേൽ പറഞ്ഞവയ്ക്ക് ഓരോ ഉദാഹരണങ്ങൾ എഴുതുക. First difference. In male heterogamety, males are heterozygous. Example, it may be XY or XO. In female heterogamety, females are heterozygous. Example, ZW. Second one, males produce two types of gametes, X and Y, in male heterogamety, whereas females produce two types of gametes, Z and W, in female heterogamety. Third difference, in male heterogamety, the type of male gamete or sperm determine the sex of the baby, whereas in female heterogamety, type of female gamete or ovum determines the sex of the progeny. Example for male heterogamety. Male heterogamety is present in human male and male grasshopper. Female heterogamety is present in birds. ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വീതം എഴുതിയാൽ മതി. മെയിൽ ഹെട്രോഗാമിറ്റിയിൽ നിന്ന് ഒരു എക്സാമ്പിളും ഫീമെയിൽ ഹെട്രോഗാമിറ്റിയിലെ ഒരു എക്സാമ്പിളും എഴുതണം. പാർട്ട് 3. A. Answer any 3 questions from 14 to 17. Each carries 3 scores. 3 into 3, 9. Question number 14. Allele frequencies in a population are stable and constant from generation to generation. A. Name the principle. B. Name any 4 factors those affect this principle. ഒരു ജീവിഗണത്തിലെ അലീലുകളുടെ ആവൃത്തി തലമുറകളോളം സ്ഥിരമായി തുടരുന്നു. എ. ഈ തത്വത്തിൻ്റെ പേരെഴുതുക. ബി. ഈ തത്വത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ സൂചിപ്പിക്കുക. Answer for 14th question. A is Hardy-Weinberg principle. B. The factors affecting Hardy-Weinberg principle are 1. Gene migration or gene flow. 2. Genetic drift. 3. Mutation. 4. Genetic recombination. 5th one. Natural selection. ഇവയിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. Question number 15. Sex of the child is determined by father. Substantiate the statement. ഒരു കുട്ടിയുടെ ലിംഗനിർണയത്തിന് ആധാരം പിതാവാണ്. ഈ പ്രസ്താവന സാധൂകരിക്കുക. Answer for 15. The chromosome pattern in the human female is XX and that of the male is XY. Therefore, all the haploid gametes or ova produced by the female have the sex chromosome X, whereas in the male gametes, that is sperm, the sex chromosome could be either X or Y. Hence, 50% of sperms carry X chromosome while the other 50% carry Y. After fusion of the male and female gametes, the zygote would carry either XX or XY depending on whether the sperm carrying X or Y fertilized the ovum. The zygote carrying XX would develop into a female baby and XY would form a male. That is why scientifically it is correct to say that the sex of the baby is determined by the father and not by the mother. ഈ ക്രോസ് നോക്കൂ. ഫീമെയിൽ വിത്ത് XX and male with XY as parents crossing. Gametes produced from female is X only, whereas the gametes produced from male parent is X and Y. Now look at the fusion of gametes. X from female and X from male join to form female XX, whereas X from female and Y from male fuse to form
XY, that is male. It shows sex of the baby is determined by the father only. Question number 16. Incidence of STDs are very high among age group of 15 to 24 years. A. What is STD? B. Name any 4 STDs. 15 മുതൽ 24 വയസ്സുവരെയുള്ളവരിലാണ് എസ് ടി ഡി ധാരാളമായി കാണപ്പെടുന്നത്. എ. എന്താണ് എസ് ടി ഡി? ബി. ഏതെങ്കിലും 4 എസ് ടി ഡികളുടെ പേര് സൂചിപ്പിക്കുക. Answer for 16th question. A. STD is sexually transmitted diseases. B. AIDS or HIV infection, hepatitis B, gonorrhea, syphilis, chlamydiasis, genital warts, genital herpes, trichomoniasis. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എക്സാമ്പിളായിട്ട് എഴുതുക. Question number 17. A. Write 4 major causes of biodiversity loss. B. Give one example for in-situ conservation and ex-situ conservation of biodiversity. ജൈവ വൈവിധ്യ നാശത്തിന് പിന്നിലുള്ള 4 കാരണങ്ങൾ എഴുതുക. ബി. തൽസ്ഥല സംരക്ഷണത്തിനും അതായത് ഇൻ-സിറ്റു സംരക്ഷണത്തിനും ബാഹ്യസ്ഥല സംരക്ഷണത്തിനും അതായത് എക്സ്-സിറ്റു സംരക്ഷണത്തിനും ഓരോ ഉദാഹരണം വീതം എഴുതുക. ആൻസർ 17. എ. ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, co-extinction. These are the 4 major causes of biodiversity loss. Question number 17B. Examples നോക്കാം. Examples for in-situ conservation: national park, sanctuaries, biosphere reserve, sacred groves and hotspots. Example for ex-situ conservation: cryopreservation, zoological park, botanical garden, wildlife safari park. ഇവയിൽ ഓരോന്നിലെയും ഓരോ എക്സാമ്പിൾ വീതം എഴുതുക. അടുത്തത് ബി പാർട്ടാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 3 scores. 3 into 3, 9. Question number 18. A. Expand the term DNA. Who proposed double helical model of DNA? B. List out the nitrogen bases in DNA. Answer for 18th question. A. DNA is deoxyribonucleic acid. DNA was discovered by James Watson and Francis Crick. Answer for B. Nitrogen bases are adenine A, guanine G, thymine T and cytosine C. Last part, part 4. Answer any one question from 19 to 20. Each carries 5 scores. 1 into 5, 5. Question number 19. A. Expand the term AIDS. Mention the name of virus that causes AIDS. B. Name the widely used diagnostic test for AIDS. C. List out any 4 practices for the prevention of AIDS. A. AIDS എന്ന പദത്തിൻ്റെ പൂർണ്ണരൂപം എഴുതുക. ഇതിൻ്റെ രോഗകാരിയുടെ പേരെഴുതുക. ബി. എയ്ഡ്സിൻ്റെ രോഗനിർണയത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന പരിശോധന ഏത്? സി. എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ അനുവർത്തിക്കേണ്ട ഏതെങ്കിലും 4 രീതികൾ എഴുതുക. ആൻസർ ഫോർ 19. A. AIDS, acquired immunodeficiency syndrome. The name of virus is human immunodeficiency virus. Answer for B is test for AIDS is enzyme linked immunosorbent assay or ELISA test. Answer for 19C. Practices for prevention of AIDS. 1. Making blood from blood banks safe from HIV. 2.
ensuring the use of only disposable needles and syringes in public and private hospitals and clinics. 3. Free distribution of condoms. 4. Controlling drug abuse. 5. Advocating safe sex and promoting regular checkups for HIV in susceptible population. ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. Question number 20. Schematic diagram of a transcription unit is given below. Look at the diagram. A. Identify the parts A and B. B. What is transcription? C. Write the complementary DNA strand by observing the strand given below. 5 ATGC, ATGC, AT 3 ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ രേഖാചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എ. എ, ബി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ തിരിച്ചറിയുക. ബി. എന്താണ് അനുലേഖനം? ട്രാൻസ്ക്രിപ്ഷൻ. സി. ചുവടെ കൊടുത്തിരിക്കുന്ന DNA ഇഴയുടെ അനുപൂരക ഇഴ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എഴുതുക. 5 to 3 ATGC, ATGC, AT. Answer for the last question 20. A is promoter, B is template strand. Labeled parts: A promoter, B template strand. Answer for B. The process of copying genetic information from one strand of DNA or template strand into RNA is called transcription. DNA to RNA. Formation of RNA from DNA is called transcription. Answer for C is 3-5 end. We have to draw in 3-5 direction TACG, TACG, TA. ഇതോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവസാനിച്ചിരിക്കുന്നു. 2022 പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഭാവിയിൽ പരീക്ഷ എഴുതാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. Thank you for watching this video. If you like this video, like, share, subscribe Sunusbios video channel. Thank you for watching this video.